ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് നിങ്ങളെ അവഗണിച്ച് നിങ്ങളിൽ നിന്ന് അകന്നു പോയതിന് കാരണം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പോയതിന്റെ കാരണം എന്താണെന്ന് ചിലപ്പോൾ ചിലവർക്കൊക്കെ അറിയാമായിരിക്കാം. അത് ചിലപ്പോൾ അവരുടെ പ്രവൃത്തികളിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ പറഞ്ഞൊക്കെ ആയിരിക്കാം യഥാർത്ഥ കാരണം എന്താണ് പോയത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിന്റെ കാരണം എന്താണ്, അത് തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ ഒരു കൺഫേം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും. അത്തരത്തിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള റീഡിങ്ങുകൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാരണം അറിയില്ല, പെട്ടെന്നൊരു ദിവസം അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ്. നമുക്ക് നോക്കാം, എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിന് കാരണം എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് അവര് നിങ്ങളിൽ നിന്ന് അകന്നു പോയത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ സ്നേഹത്തിലിരുന്നാണ് പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയി, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പൊ ഇത്രയും നാളായി, പക്ഷെ അവർക്ക് ഒരു അനക്കവും ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് അതിനൊരു കാരണം? നിങ്ങളോട് പറയാതെ പെട്ടെന്ന് അവര് പോയതിനൊരു കാരണം എന്താണ്? യൂണിവേഴ്സ് നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും റെസിനേറ്റ് ആകുന്ന രീതിയിലുള്ള ഒരു റീഡിങ് കിട്ടണം. നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ നിങ്ങൾക്ക് കിട്ടാനായിട്ട് യൂണിവേഴ്സിന്റെ അടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ പോകാനായിട്ട് ഉള്ളൊരു കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കാരണം കൊണ്ടാണ്? ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത് ദ ഹെർമിറ്റ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പം ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണും നിങ്ങളും ഒരേപോലെ വളരെയധികം പ്രതീക്ഷയോടെ കടന്നു വന്ന ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നത് വളരെയധികം പ്രതീക്ഷകളോടെയാണ്, വളരെയധികം സ്നേഹത്തോടെയാണ്, അല്ലെങ്കിൽ ഒത്തിരി പ്രതീക്ഷ അല്ലെങ്കിൽ ഒത്തിരി കരുതൽ കൂടിയാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടുതലായിട്ടും നിങ്ങളുടെ അല്ല കാണുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണുന്നത്. വളരെ പ്രതീക്ഷയോടെ കടന്നു വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊരിക്കലും ഒരു ടൈം പാസ് എന്ന രീതിയിലല്ല ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഒരു ലോങ് കമ്മിറ്റ്മെന്റ് തരണം എന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചിലവർ പറഞ്ഞു നടന്നു, അല്ലെങ്കിൽ രണ്ടു പേര് പറഞ്ഞു കൂട്ടിച്ചേർത്തു, ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അവരുണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇവര് കാരണമാണ്. ഒരിക്കലുമല്ല. മറ്റുള്ളവരുടെ ഒരു നിർബന്ധത്തിൽ വഴങ്ങിയല്ല ഇവര് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്ന എനർജീസ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് ആയിരുന്നു, ഒരു വിധിയായിരുന്നു നിങ്ങൾ റിലേഷൻഷിപ്പിൽ എത്തുക എന്നുള്ളത്. അതൊരു കർമ്മയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഒരു റിലേഷൻഷിപ്പിൽ വരേണ്ടത് അത്യാവശ്യമായിരുന്നു. അപ്പം പിന്നെ നിങ്ങളുടെ ഒരു എനർജി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയ സമയത്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇൻട്രസ്റ്റും ഈ ഒരു പേഴ്സണോട് ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ ഒരു കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നോ, ഒരു ലോങ് ടൈം മാരീഡ് പോലെയുള്ള ആ ഒരു ഇതിലേക്കൊക്കെ പോകണമെന്നൊന്നും ഒരിക്കലും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടി സംസാരിക്കാനൊക്കെ അങ്ങനെയുള്ള ഒരു ടൈമിലൊന്നും നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ ഈ ഒരു പേഴ്സണിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. ലൈഫിൽ ഇങ്ങനെ നിങ്ങൾ
ഈ ഒരു പേഴ്സണിലേക്ക് എത്തിപ്പെട്ടു. ചിലപ്പോൾ കുറച്ച് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഇത് പിന്നീട് അതിനൊരു പ്രോഗ്രസ് ഉണ്ടായി ഒരു റിലേഷൻഷിപ്പിന്റെ ലെവലിലേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. അതിനുശേഷം ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയി. ഇപ്പോൾ ഇതൊരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് എന്ന രീതിയിലേക്ക് നിൽക്കുന്നു. സ്വയമായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും വളരെയധികം ഒരു വിഷമമുണ്ട്. ഈ ഒരു പേഴ്സൺ പോയതിലല്ല നിങ്ങൾക്ക് കൂടുതലും വിഷമമുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് കാരണം, എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റ് വന്നതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ പോയത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ വളരെ ജെന്യൂനായിട്ടും വളരെ കെയറിങ് ആയിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം എഫേർട്ടും ഒക്കെ ഇട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടും എന്തിന് എന്നെ ഉപേക്ഷിച്ച് പോയി, എന്നെ അവഗണിച്ച് പോകാൻ എങ്ങനെ അവർക്ക് സാധിച്ചു എന്നതാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനൊരു ഉത്തരം വേണം. നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ് എന്തിനാണ് എന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി വേണം എന്ന ഉദ്ദേശത്തോടെ വന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു കുറ്റബോധത്തിലാണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ ഒരു പേഴ്സണെ മറ്റാരോ നിങ്ങളിൽ നിന്നും മാറ്റിയെടുത്തുകൊണ്ട് പോയതായിട്ടാണ് നമുക്ക് വരുന്നത്. അവരെ മാറ്റിക്കൊണ്ടു പോയതായിട്ട് ആ ഒരു കാര്യം അവർക്കും അറിയാം, ഈ മാറ്റിക്കൊണ്ടുപോയ ആൾക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് മാത്രമാണ് അത് അറിയാതിരിക്കുന്നത്. അത് ആരാണ് അവരെ വലിച്ചു മാറ്റിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കൊണ്ടുപോകുന്നത്. കുറച്ച് ആളുകൾക്ക് അത് ആരൊക്കെയാണ് എന്നുള്ളത് അറിയാമായിരിക്കും. പക്ഷെ ഇവിടെ കൂടുതലും നമുക്കതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ അവർക്ക് എല്ലാ ആഗ്രഹങ്ങളും തന്നെ അവരുടെ കരിയറിൽ സക്സസ് ആയി, അല്ലെങ്കിൽ എല്ലാം അവർ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അവർ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല. സോ അതിൽ അവർക്ക് വളരെയധികം വിഷമമുള്ളതായിട്ട് കാണുന്നുണ്ട്. കാരണം തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ കൊണ്ടുപോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഒരു 20% ആളുകളും ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര പേർക്ക് റെസനേറ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു 20% ആളുകളും നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ളതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ സ്റ്റില് നിങ്ങളെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നു. ഒരു മനസ്സിൽ അവരത് തന്നെയാണ്, നിങ്ങളെ തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്ന എനർജീസാണ് നമുക്കിവിടെ തരുന്നത്. അപ്പം അല്ലാത്ത സമയങ്ങളിലൊക്കെ അവർ ഒരു യാത്രയിലും അതുപോലെ അവരെ തന്നെ അവർ ബിസി ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുകയും ഒരു ലൈഫ് സ്മൂത്ത് ആയിട്ട് പോവുകയൊക്കെ ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ ചിന്തകൾ ഇവരെ വളരെയധികം മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ഇവർക്ക് കുറ്റബോധങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവരെ തന്നെ ബിസി ആക്കി വെക്കുന്നു. ആ ഒരു സമയത്ത് ഇവർക്ക് ആ ഒരു സ്മൂത്ത് ആയിട്ട് ഇവരുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല. എപ്പോഴും ഒരു മിസ്സിംഗ് ഫീലിങ്സ് ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി കുത്തുണ്ടാവുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ബ്രേക്കപ്പ്, അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ ആ ഒരു സമയം, ആ ഒരു സിറ്റുവേഷനിൽ ഒരു തേർഡ് പാർട്ടി വളരെ ഒരു മുന്നം കയറി കളിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ ഒരു നിങ്ങളുടെ പേഴ്സണിന്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരികയും ഇമോഷണൽ പരമായിട്ട് അപ്രോച്ച് ചെയ്ത് ഈ വ്യക്തിയെ സ്വാധീനിക്കുകയും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണും ഈ ഒരു തേർഡ് പാർട്ടി പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന രീതിയിൽ ആ ഒരു ഭാഗത്തേക്ക് ചായുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കർമാസാണ് ഇപ്പൊ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് അവർ ഒട്ടും ഹാപ്പി അല്ല. അതായത് ഇന്നത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു ദിവസം പോലും അവരൊട്ട് ഹാപ്പി അല്ല. വളരെയധികം ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സ് ആണ് അവർക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ. കാരണം അവരിപ്പോ ശരിക്കും ഇരുട്ടിലാണ്. അവർക്ക് ശരിക്കും ഒരു വെളിച്ചമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു വെളിച്ചമുണ്ടായിരുന്നത് നിങ്ങളായിരുന്നു. അതും അവരുടെ ലൈഫിൽ നിന്ന് അണഞ്ഞു പോയതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ 20% ആളുകൾ മാരീഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള ആളുകൾ, ഒരു 80% ആളുകൾ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ ഈ തേർഡ് പാർട്ടിയുടെ അടുത്ത് സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു.
കൂടുതലും ഇമോഷണലി ആണ് അവരെ തളർത്തി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇമോഷണലി അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു പേഴ്സണെ തളർത്തി നിർത്തിയിരിക്കുന്ന രീതിയിലുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇമോഷണലി വളരെയധികം അവരെ അറ്റാച്ച്ഡ് ആക്കാനായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിൽ ചിന്തിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ പേരൻസും ആകാം. അപ്പോൾ ആ ഒരു എനർജീസ് ആണ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വ്യക്തി ഇവര് വളരെ നെഗറ്റീവ് എനർജീസ് ഒക്കെ നൽകിക്കൊണ്ട് ഈ ഒരു വ്യക്തിയെ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ വന്നു, നിങ്ങളുമായിട്ട് പ്രശ്നത്തിലിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ അതൊരു വലിയ പ്രശ്നമായി, അങ്ങനെ തേർഡ് പാർട്ടിയുമായിട്ട് രീതിയിലേക്ക് അങ്ങ് ചാഞ്ഞു പോയി എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇപ്പോ തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് എനർജിയുടെ ഒരു സ്വാധീനം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എനർജി ലെവൽ ഉയരുന്നു. അപ്പൊ അത്തരത്തിലുള്ള എനർജിയാണ് നമുക്ക് വരുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി കുറഞ്ഞു പോവുകയും നിങ്ങളുടെ പോസിറ്റീവ് എനർജി കയറി വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും റീഡിങ്ങിൽ പറയുന്നത്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലും, എന്ത് ബ്ലാക്ക് മാജിക് ചെയ്താലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആര് വന്ന് കൊണ്ടുപോയാലും എന്ത് ചെയ്താലും ഒരു എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ എനർജി സ്ലോ ആകുകയും ഓപ്പോസിറ്റ് എനർജി കയറി വരികയും ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നിങ്ങളുടെ എനർജീസ്, പോസിറ്റീവ് എനർജീസ് കയറി വരികയും അവരുടെ ഒരു നെഗറ്റീവ് എനർജീസ് താന്നു പോകുന്നതായിട്ടാണ് കാണാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾ ഈ ഒരു പേഴ്സണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നെഗറ്റീവ് എനർജികളും ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിരിക്കാം. ആക്ച്വലി നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സണ് ചേർന്നത് നിങ്ങൾ തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും അറിയാം നിങ്ങളാണ് അവർക്ക് ചേർന്ന ആളെന്ന്. അപ്പോൾ ഓക്കെ, നിങ്ങൾ രണ്ടുപേരും അർഹതപ്പെട്ട ആളുകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിന് എന്ന് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ സ്വന്തമായി അകന്നു പോയതല്ല, ഈ ഒരു പേഴ്സണെ അകറ്റിയതാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ക്ലാരിറ്റി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, എനിക്ക് ആ സമയത്ത് എന്തായിരുന്നു, എനിക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ഇതൊക്കെ സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ആരാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്, എനിക്ക് ആ സമയത്ത് എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നോ എന്ന് വരെ ഈ ഒരു വ്യക്തി ഈ സമയത്ത് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ട് ഞങ്ങൾ അകന്നു പോയി എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പക്ഷേ ഈ ഒരു പേഴ്സൺ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് ഒരു തീരുമാനം എടുത്തായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഒന്നും പോകില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരു കാരണം പോലും ഒന്നും മിണ്ടാതെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം ബ്ലോക്ക് ചെയ്ത് പോയവരെ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ മനസ്സിലാണെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതങ്ങനെ സംഭവിച്ചു പോയത് ഒരു സിറ്റുവേഷൻ കൊണ്ടാണ്, അതങ്ങനെ സംഭവിച്ചു പോയി എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു സംരക്ഷണം എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണമായിരുന്നു. ഇപ്പോൾ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങൾ ഓർത്തില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ വ്യക്തി അങ്ങോട്ടേക്ക് മറയ്ക്കും, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആ ഒരു ഭാഗമേ ചിന്തിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് തന്നെയാണ് തേർഡ് പാർട്ടിക്ക് ഒരു മുന്നോട്ട് കയറി വന്ന് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനൊക്കെ പറ്റി അവരെ ആ ഒരു അവരുടെ ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണെ വളരെയധികം വിശ്വസിച്ചിട്ടുണ്ടാകാം. ഇനി ആര് വന്നാലും ഈ ഒരു പേഴ്സൺ ആ ഒരു എൻ്റെ കൂടെ തന്നെ നിൽക്കും, എന്നെ വിശ്വസിക്കും എന്ന രീതിയിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരു പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതിരുന്നത്. അത് തന്നെയാണ് ഒരു വിനയായി തീർന്നതും ഇവിടെ. അപ്പോൾ നിങ്ങൾ ഇവരെ നല്ല രീതിയിൽ കെയർ ചെയ്ത് താങ്ങി നിർത്തിയിരുന്നെങ്കിൽ, മറ്റുള്ള ഒരു തേർഡ് പാർട്ടിയിലേക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസ് പോകാതെ നിങ്ങളിൽ തന്നെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും വരില്ലായിരുന്നു എന്നുള്ള എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തൊരു ഇതിൽ പോയാലും, എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏത് വിശ്വാസങ്ങളിൽ പെട്ടവരായാലും അതിൻ്റെതായ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു വിശ്വാസം വേണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്.
ഒരു സംരക്ഷണം നിങ്ങൾ എടുത്തിട്ടില്ല. അതായത് സ്പിരിച്വലി ഇപ്പൊ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു എത്ര സ്മൂത്തി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിനൊരു സംരക്ഷണം, ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മളൊരു സംരക്ഷണം എടുത്തിടണം. പ്രൊട്ടക്ഷൻ, അതൊരു സ്പിരിച്വലി ചിലപ്പോൾ ബാൻ ചെയ്ത് നിർത്തുന്നോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്ത് ഒരു സ്നേഹത്തിൽ കെയറിങ്ങിലൊക്കെ നമ്മളിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്ന രീതിയിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിർത്തണമായിരുന്നു എന്നുള്ള എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് കൂടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നിങ്ങളെ ഇട്ടിട്ട് ഈ വ്യക്തി പോയത് എങ്ങനെയാണ് ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഹൈ ആകുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി അങ്ങനെ ലോയായി പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സണ് ഒത്തിരി ആഗ്രഹമുണ്ട്. ഈ ഒരു പേഴ്സൺ വരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ലോ ആയി പോകുമ്പോൾ തന്നെ ഇവർക്ക് നിങ്ങളുടെ ചിന്തകൾ വരികയും നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹം ഉണ്ടാകുന്നതായിട്ടും വളരെ അട്രാക്ഷൻ തോന്നുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് നമുക്ക്. അപ്പോൾ അവര് നിങ്ങളുടെ അടുത്തേക്ക് ഒരു അവസരം വരുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് ഒരു പേഴ്സൺ തിരികെ വരും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, ആ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുക. ഓക്കെ, നമുക്കിനി കുറച്ച് സോൾ മെസ്സേജസ് എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. Some messages from your person. Some messages from your person. Okay. നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, അവരിപ്പോഴും ആ ഒരു ആദ്യം നിങ്ങളെ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസം ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ നെവർ ലവ്ഡ് എനിവൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഓക്കെ, ഞാൻ ഒരിക്കലും ആരെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചതുപോലെ അവർ ഇതുവരെയും ആരെയും ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഐ ഡിഡ് നോട്ട് റിയലൈസ്ഡ് ഏർലിയർ ദാറ്റ് ദിസ് ലവ് ഈസ് ഡീപ്പ് ഇൻസൈഡ് മീ. ഓക്കെ, ഇവര് ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല ഇത്രയും ഒരു ആഴത്തിൽ നിങ്ങളുടെ ഈ സ്നേഹം ഇവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സമയത്താണ് അവരിത് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു നെഗറ്റീവ് എനർജീസ് പോകുന്നതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഐ വിൽ കോൾ യു സൂൺ. ഓക്കെ, നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കോളോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ പറയുന്നു അവരുടെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഐ ലവ് യു ബിക്കോസ് ഐ വിൽ നെവർ ഗെറ്റ് ടയേർഡ് ഓഫ് സ്പെൻഡിങ് ടൈം വിത്ത് യു. ഓക്കെ, നിങ്ങളെ വളരെയധികം അവർ സ്നേഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ അവർക്കൊരു ടയേർഡും അവർക്കൊരു ബോറും തോന്നുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, മിസ്സിങ് ഫീലിംഗ് ഒക്കെ അവർക്ക് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. ഓക്കെ, നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ ഒക്കെ കിട്ടിയിട്ടുണ്ടാകാം. ആ ഒരു സമയത്തൊക്കെ എന്നെ ഇട്ടിട്ട് പോയതല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാകാം. അതാണ് കുറച്ച് ആളുകൾക്കായിരിക്കും ഈ ഒരു സോൾ മെസ്സേജ് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കും, അവരെ സ്വീകരിക്കും എന്ന രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്നു. അവർക്ക് അത്രയ്ക്കും പ്രതീക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റെഡ് കളർ, നമ്പർ 25, 1982, 2001, Grace on vehicles, number 49, number 2, number 9, letter F, letter B, May month, number 26, September month, Wayanad district, 1985, Palakkad district,
ട്രൂ ലവ്, ഇതൊരു ട്രൂ ലവ് ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1987 ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റീഡിങ് ആയിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി. നമ്പർ 32 നെക്സ്റ്റ് മന്ത് എന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് ബന്ധമുണ്ടായിരിക്കാം. ക്രിക്കറ്റ് കളിക്കാനോ അല്ലെങ്കിൽ കളി കാണാനോ ഒക്കെ ഒത്തിരി ക്രേസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എസ്, തിരുവനന്തപുരം ജില്ല. ഓക്കെ. 1995 നമ്പർ 46. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.